ഹായ് ഗൈസ്, ഈ വർഷം നമ്മുടെ പുതിയ ഐഫോൺസ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ 17 സീരീസ്, 17 പ്രോ, 17 എയർ ആൻഡ് 17 പ്രോ മാക്സ്. അപ്പോൾ 4 ഫോൺസാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മേജറായിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബെസൽസ് തിന്നായിട്ടുണ്ട്, ക്യാമറയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ എൻറ്റയർ ഡിസൈൻ അതായത് പ്രോയുടെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ക്യാമറയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ക്യാമറയും 48 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ ക്യാമറയും, അതായത് നേരത്തെ 12 മെഗാ പിക്സൽ ആയിരുന്നു മെയിൻ സെൻസർ, അല്ല നമ്മുടെ അൾട്രാ വൈഡ് സെൻസർ 12 മെഗാ പിക്സൽ ആയിരുന്നു. അതിപ്പോൾ മാറിയിട്ട് എല്ലാ സെൻസേഴ്സും, അതായത് നോൺ പ്രോ വേരിയൻറ്റിൽ 2 സെൻസർ 48 ആയിട്ടുണ്ട്, പ്രോ വേരിയൻസിൽ 3 സെൻസേഴ്സും അതും 48 മെഗാ പിക്സൽ ആയിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളൊരു ടെക്നോളജിയാണ് നമ്മുടെ വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം. ഈ വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ പുതിയ കാര്യം പോലെയാണ് ആപ്പിൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് എത്രയോ കാലങ്ങൾ മുമ്പ് കുറേ ആൻഡ്രോയിഡ് ഫോൺസിൽ ഇത് വന്നിട്ടുള്ളൊരു ടെക്നോളജിയാണ്. ഒരു 10,000-20,000 രൂപ റേഞ്ചിൽ കിട്ടുന്ന പല ആൻഡ്രോയിഡ് ഫോൺസിലും ഈ ഒരു ടെക്നോളജി വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഡിസൈനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ സാധനം. നമ്മൾ ശരിക്കും ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സാധനം എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ നമുക്ക് മീഡിയം തോന്നും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരതിനെ പ്രസൻറ്റ് ചെയ്യുന്നതും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഡിസൈൻ ശരിക്കും പ്രീമിയമാണ്, പറയാതിരിക്കാൻ വയ്യ. ശരിയാണ്, സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വീഴുന്ന നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര രസമാണ് ഇത് കാണാൻ. എസ്പെഷ്യലി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അലൂമിനിയം ഫിനിഷിൽ വരുന്ന ആ ഒരു ഡിസൈനിൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ 40 വാട്ട് ചാർജിങ് അത് വന്നിട്ടുണ്ട്. ഫൈനലി ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ചാർജിങ്ങിൽ നിന്ന് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 40 വാട്ട് ചാർജിങ് വന്നിട്ടുണ്ട്. പിന്നെ ബാറ്ററി ബാക്കപ്പും നമ്മുടെ US വേരിയൻറ്റിൽ, അതായത് സിമ്മുള്ള US വേരിയൻറ്റിൽ ആണ് ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. എനിക്ക് പക്ഷേ അത്ര പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്നാലും ബാറ്ററി ബാക്കപ്പ് കുറവാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പക്ഷേ നല്ലൊരു ബാറ്ററിയും വന്നിട്ടുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും iPhone 17 ആടാണ്, 17 സീരീസിൻ്റെ ആടാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും TV നോക്കിയാലും പത്രത്തിൽ നോക്കിയാലും എവിടെ നോക്കിയാലും 17 സീരീസിൻ്റെ ആടാണ്. ശരിക്കും ഈ സംഭവം വർത്താണോ? നമ്മളിങ്ങനെ ആഡൊക്കെ കണ്ടിട്ട് ഈ സാധനം പോയി എടുത്തു കഴിഞ്ഞാൽ വർത്താണോ? ശരിക്കും 17 അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ആദ്യം നമുക്ക് 17 പ്രോയെ പറ്റി പറയാം. 17 പ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് ഇത് കാണാൻ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ ഒരു പുതിയ ഡിസൈൻ, ഈ യൂണിബോഡി അലൂമിനിയം ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. ഇതിനകത്തിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8x ഒപ്റ്റിക്കൽ സൂം എന്നാണ് ആപ്പിൾ അഡ്വർടൈസ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും 8x ഒപ്റ്റിക്കൽ സൂം അല്ല. 8x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 4x ലെൻസ് ഇല്ലേ, 4x ലെൻസ് 14 മെഗാ പിക്സൽ അല്ലേ. ഇപ്പോൾ ഈ 4x എടുക്കുന്ന ഇമേജിനെ ക്രോപ്പി അതിൻ്റെ ഒരു പോർഷനാണ് 8x ആയിട്ട് നമുക്ക് തരുന്നത്. ശരിക്കും അത് ഒപ്റ്റിക്കൽ സൂം അല്ല. ശരിക്കും കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ പ്രോ കഴിഞ്ഞ 16 പ്രോ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി അത്ര വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ സൈഡ് ബൈ സൈഡ് എൻ്റെ ഒരു 16 പ്രോ ഇല്ലായിരുന്നു, ഞാൻ 15 പ്രോ വെച്ചിട്ട് കമ്പയർ ചെയ്തപ്പം ക്യാമറയിൽ അത്ര എന്താ പറയുക, ഫസ്റ്റ് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്ന ആ ഒരു ചേഞ്ചൊന്നും ക്യാമറയിൽ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണൽ മണി വെച്ച് കൊടുത്ത് നിങ്ങളിത് എടുക്കണോ എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ്, അല്ലാതെ ഞാൻ ഇത് മോശമാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17 എയർ ആണ്. ഈ 17 എയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. അതായത് ആ ഒരു 5.56 mm തിക്നെസ്സും അതുപോലെ തന്നെ ടൈറ്റാനിയം ആണ്. അത് ടൈറ്റാനിയം ബോഡിയാണ് കേട്ടോ. നല്ല ഡ്യൂറബിൾ ആണ്. നമ്മൾ ചെറിയ എവരിത്തിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഭയങ്കര ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണത്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ ആകെ ഒരൊറ്റ ക്യാമറ ഉള്ളൂ. നമ്മൾ 1,20,000 രൂപ കൊടുത്ത് മേടിക്കുന്ന ഒരു ഫോണിനകത്തിൽ ഒരൊറ്റ ക്യാമറ, അതായത് 2025 ഒരൊറ്റ ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിംഗിൾ ലെൻസിനെ കൊണ്ട് നല്ല രീതിയിൽ ഇവർ പണിയെടുക്കുന്നുണ്ട്. ഞാനത് സൂം ചെയ്ത് ഫോട്ടോ എടുത്ത് നോക്കി. സൂം ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ നമ്മൾ എടുക്കത്തില്ലേ, ഫോട്ടോ എടുത്ത് നമ്മൾ കാണാൻ എടുക്കും. അന്നേരം ഒരു ചെറിയ ഒരു ലാഗ് എടുക്കും ആ ഫോട്ടോ ഒന്ന് പ്രോസസ്സായി വരാൻ. നല്ല രീതിയിൽ അതിനെ പ്രോസസ്സിങ് ചെയ്ത് ക്വാളിറ്റി കൂട്ടി കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ലെൻസ് മോശമാണെന്ന് തോന്നിപ്പിക്കരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ആപ്പിൾ അങ്ങനെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെ പ്രൊമോട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. iPhone 17 എയറിന് എന്തോ വലിയ സംഭവമാണ്, അടിപൊളി സംഭവമാണെന്ന് പറഞ്ഞു. എനിക്ക് എത്ര നല്ല സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഡിസൈനൊക്കെ ഓക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു സിംഗിൾ ക്യാമറ ആപ്പിൾ വേണമെങ്കിൽ ഒരു അൾട്രാ വൈഡ് ക്യാമറ കൂടെ കൊടുക്കായിരുന്നു. കാരണം ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ എടുക്കുന്ന ഒരു സാധനമാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17 സീരീസാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 120 Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ 16 പ്രോയുടെ ഒരു കോമ്പറ്റീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഇപ്പോൾ എവിടെ നോക്കിയാലും ആപ്പിളിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ്. ഫോൺ എടുക്കുക, EMI ഓപ്ഷൻസ്, അതുപോലെ കാര്യങ്ങൾ അവിടെ ഇവിടെ. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും എവിടെ നോക്കിയാലും പലരും ഫസ്റ്റിൽ പോയി iPhone 17 എടുക്കുന്നു, അതെന്തോ വലിയ സംഭവമായിട്ട് എടുത്ത് അൺബോക്സ് ചെയ്യുന്നു, ഇടുന്നു. ഇതൊരു വലിയ കാര്യമല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതായത് നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു സാധനം, ഇൻവെസ്റ്റ്മെൻ്റ് എന്നൊന്നും ഇതിന് പറയാൻ പറ്റില്ല, ഇത്രയും പൈസ കൊടുത്ത് ഈ ഒരു സാധനം എടുക്കുക. അല്ലാതെ ദർ ഇസ് നത്തിങ്
മോർ. പുതിയതായിട്ടൊന്നും ഇതിനകത്ത് അങ്ങനെ വലിയ രീതിയിൽ വന്നിട്ടൊന്നുമില്ല. നേരത്തെ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ ഇൻക്രിമെൻ്റ് ആയിട്ട് ചെറുതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. നിങ്ങൾ ഒരു ഐഫോൺ എടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ സ്റ്റാറ്റസ് കൂടാനോ നിങ്ങളല്ലാതാവാനോ ഒന്നും പോകുന്നില്ല. സോ സ്പെൻഡ് യുവർ മണി വൈസ്ലി ആൻഡ് ഡോണ്ട് വേസ്റ്റ് യുവർ മണി. That's all, and this is Suraj signing off. Bye.